ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഞാൻ അതൊന്ന് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ നേരത്തെ ഓക്കെ. സെറിൽ ബൈ മ്യൂട്ടാട്ടോ. സെറിൽ ബൈ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. യെസ് കേൾക്കുന്നുണ്ട് ഇപ്പോ. സാറിന്റെ ബാക്ക് ഗാലറി ഒക്കെ സൂപ്പർ ആണല്ലോ. ആരോടാണ്? അതെ, അത് വീടിന്റെ മുറ്റത്തിരിക്കുക. അത് ശരി, ഗംഭീരായിട്ടുണ്ട്. Good morning, Riyaz. Good morning, Riyaz. Good morning, Chandrika madam. Good morning. Good morning. All the best. Thank you. Yeah.
7:01 ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞ് 7:02 തുടങ്ങാം അല്ലേ ഷംസ? അതെ അതെ, 7:02 സ്റ്റാർട്ട് ചെയ്യാം. Good morning, all. Good morning. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. ടൈമായി. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. Yes. Meeting in connection with Morning Drive 7 a.m. Morning Drive program initiated by Zone 28 is hereby called to order. പ്രിയപ്പെട്ട ജയ്സേ സുഹൃത്തുക്കളെ, നമ്മൾ 70ാമത്തെ ദിവസം കഴിഞ്ഞ് 80ാമത്തെ ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തില് നമ്മുടെ ഈ പ്രോഗ്രാമിനെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രോഗ്രാം ചെയ്യുന്ന JFM ഡോക്ടർ ഹിഷാം ഹൈദർ സാർ, സോൺ ട്രെയിനിങ് ട്രെയിനിങ് ഹിഷാം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെഡ്പി ചിത്ര മാഡത്തെയും ഈ മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് JC റിയാസ് അരീമ്പ്ര സാറാണ്, നമ്മുടെ സോൺ ട്രെയിനർ ആണ്. വളരെ നന്നായിട്ട് നമ്മോടൊന്ന് സംവദിക്കാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് മോർണിംഗ് ഡ്രൈവിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് JC റിയാസ് അരീമ്പ്ര സാർ, ഫ്ലോർ ഈസ് യുവർ സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ജസ്റ്റിസ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന തലവാചകം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി കുറഞ്ഞ സമയം സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോ ദിവസവും നേരത്തെ എണീക്കുന്നതും വൈകി ഉറങ്ങുന്നതുമെല്ലാം പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഓരോ പുതിയ ടാർഗറ്റ് എടുത്ത് ഓരോ അച്ചീവ്മെന്റ് എടുക്കുന്നതും നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ എത്രമാത്രം വർദ്ധിപ്പിക്കാം എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്നാൽ നാം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് എവിടെയും തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സ്റ്റക്കായോ? സ്റ്റക്കായ പോലെ തോന്നുന്നു. Voice എല്ലാം stuck. റിയാസ് സാർ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അത് ശരിയാവുമായിരിക്കും. സാർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. റിയാസ് സാർ റെഡിയായോ? സുനിൽ ഭായ് എന്തായി? ഹലോ, എന്തായി? നാട്ടില് ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചാൽ ചിലപ്പോ ആള് ആക്ച്വലി പുള്ളി ക്യാമറയിൽ നിന്ന് കുറച്ച് വിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ക്യാമറയെ വിട്ട് ബോധേഡായിരിക്കും.
കണക്ട് ആയിരിക്കും, ആയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പറയൂ സാർ, കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഡിസ്കണക്ട് ആയോ എനിക്ക്? യെസ്. ഡിസ്കണക്ട് ആയിരുന്നു. ശരിയായി, ഇപ്പൊ ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. സോറി ഓക്കെ. നോ പ്രോബ്ലം. നമ്മൾ ഫിനാൻസിനെ രണ്ട് തരത്തിലാണ് തരം തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻകം എക്സ്പെൻസും. നാം നേടുന്നതിനെയെല്ലാം ഇൻകം ആയിട്ടാണ് നാം കണക്കാക്കുന്നത്. പ്രധാനമായി നമ്മുടെ സാലറി, പ്രൊഫഷണൽ ഇൻകം, റെന്റ്, ഇൻട്രസ്റ്റ്, ബിസിനസ് പ്രോഫിറ്റ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഇൻകം ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ നാം നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് കാര്യങ്ങളെയൊക്കെ തന്നെ നാം എക്സ്പെൻസുമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഇൻകവും എക്സ്പെൻസും ഉണ്ടായിരിക്കും. നമ്മുടെ ഇൻകം എന്തെല്ലാമാണെന്ന് നാം തിരിച്ചറിയുക, നമ്മുടെ എക്സ്പെൻസ് എപ്രകാരമാണ് നാം ചെലവഴിക്കുന്നത്, അത് ഏതെല്ലാം ഹെഡിലാണ് ഉള്ളത് എന്നെല്ലാം നാം തിരിച്ചറിയൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു മാസം നാം ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ ഇൻകം ഉള്ളത്, എത്രയാണോ എക്സ്പെൻസ് ഉള്ളത് എന്നുള്ള രീതിയിൽ നാം അത് എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്ക് ഇൻകം ആണോ കൂടുതൽ, എക്സ്പെൻസ് ആണോ കൂടുതൽ എന്ന് തിരിച്ചറിയുക $90,000 ചെലവഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ മാസം 10,000 രൂപ ബാലൻസ് ആയിട്ട് വരും. ഇതിനെ അദ്ദേഹത്തിന് അസറ്റ് ആയിട്ട് മാറ്റാവുന്നതാണ്. എന്നാൽ 1,00,000 രൂപ നമുക്ക് ഇൻകം ഉള്ള ഒരാൾ 1,10,000 രൂപ ചിലവഴിക്കുകയാണെങ്കിൽ ആ മാസം അദ്ദേഹത്തിന് 10,000 രൂപ ലാബിലിറ്റി അല്ലെങ്കിൽ ലോൺ ആയിട്ട് വരും. അപ്പൊ ഇപ്രകാരം നമുക്ക് വരുന്ന ഇൻകത്തെയും എക്സ്പെൻസിനെയും കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാവണം. അത് നാം ഓരോ മന്ത്ലി ബഡ്ജറ്റ്, ഡെയിലി ബഡ്ജറ്റ്, ആനുവൽ ബഡ്ജറ്റ് എന്നുള്ള തരത്തിൽ നാം അത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ഇൻകവും എക്സ്പെൻസിനെ കുറിച്ചും യാതൊരു തരത്തിലുള്ള അറിവും ലഭിക്കാറില്ല. കാരണം അത് നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവാറില്ല. സാധാരണ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന EMI-കളെ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് നാം എന്ത് ചെയ്യുന്നത്, ഇൻകം ഏൺ ചെയ്യുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു തരത്തിലുള്ള കണക്കുകൂട്ടലുകളും ഈ വിഷയത്തിൽ സാധാരണ ഉണ്ടാവാറില്ല. നിങ്ങൾ ഇന്ന് മുതൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും ചെറിയ ഒരു കാര്യമാണ് മന്ത്ലി ബഡ്ജറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് വരുന്ന ഇൻകത്തെ എല്ലാം ഓരോ ഹെഡ് വൈസ് ചെയ്ത് നിങ്ങൾ ഒരു പേപ്പറിൽ ഒരു സൈഡിൽ എഴുതി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളെയും മറ്റൊരു സൈഡിലും എഴുതി വെക്കുക. ഇത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മാസം, അതായത് മാർച്ച് മാസത്തിൽ എനിക്കുണ്ടാകുന്ന ഇൻകം എന്തെല്ലാം, മാർച്ച് മാസത്തിൽ എനിക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്തെല്ലാം, ഇതിനെ നമുക്ക് ആദ്യമായിട്ട് ബഡ്ജറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം മാർച്ച് 31-ാം തീയതി നാം ബഡ്ജറ്റ് ചെയ്ത പ്രകാരമാണോ ഇൻകം വന്നിട്ടുള്ളത്, നാം ബഡ്ജറ്റ് ചെയ്ത പ്രകാരമാണോ എക്സ്പെൻസുകൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ പ്ലാനിങ്ങിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നാം പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇൻകം വന്നിട്ടുണ്ടോ, നാം പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഏതൊരു വ്യക്തിക്കും ഇൻകമാണ് കൂടേണ്ടത്. ഇൻകത്തിനേക്കാൾ വളരെ കുറഞ്ഞാണ് എക്സ്പെൻസ് ഉണ്ടായിരിക്കേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ എക്സസ് ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ബഡ്ജറ്റുകളെ നമ്മൾ ഷോർട്ട് ബഡ്ജറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ ഒരു മാസത്തെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കഴിച്ച് ബാക്കിയുള്ള പണത്തെ ഏത് തരത്തിലാണ് നമുക്ക് അസറ്റാക്കി മാറ്റാവുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ആയിട്ടുള്ള പണം ഏതെങ്കിലും തരത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന് എമർജൻസി ഫണ്ടാണ്. നമ്മുടെ സാലറിയുടെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഇൻകത്തിന്റെ 3 times ഇൻകം എങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എമർജൻസി ഫണ്ടായിട്ട് നാം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്ന അത്യപൂർവമായിട്ടുള്ള ചില ആവശ്യങ്ങളെ നേരിടാൻ വേണ്ടി ഈ എമർജൻസി ഫണ്ട് നമുക്ക് ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ബാലൻസ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് ലഭിക്കുന്നതാണ്. ഇത്തരം എമർജൻസി ഫണ്ടുകളെ മറ്റൊരാവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെയാണ്
നാം മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ, അപകടങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ചെലവുകളെ, നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ വ്യക്തിയുടെയും ചെലവുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജിൽ ഉള്ള വ്യക്തികളായിരിക്കണം. പല ആളുകൾക്കും ഇത്തരം മെഡിക്കൽ ഇൻഷുറൻസുകളെ കുറിച്ചൊന്നും അറിവില്ല. ഇത് പെട്ടെന്ന് വരുന്ന പല അപകടങ്ങളും അസുഖങ്ങളും നമ്മുടെ കയ്യിലുള്ള പണത്തെ വലിയ രീതിയിൽ ചെലവാക്കാൻ ഇത് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസുകൾ എടുക്കൽ നിർബന്ധമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവിധ കമ്പനികളിൽ നിന്നും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, LIC, അതേപോലെ തന്നെ SBI തുടങ്ങിയ എല്ലാവിധ കമ്പനികളും LIC ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ നമ്മുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കഴിച്ച് ബാലൻസ് ഉള്ള പണം കൊണ്ട് നാം ചെയ്യേണ്ട മിനിമം 3 കാര്യത്തിൽപ്പെട്ട ആവശ്യങ്ങളെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എമർജൻസി ഫണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, LIC. ഈ 3 കാര്യങ്ങളും നിർബന്ധമായിട്ടും നാം നിറവേറ്റണം. അതിനുശേഷം വരുന്ന പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇക്വിറ്റികൾ, അസറ്റുകൾ, SIP, ഷെയർ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് മിച്ചം വരുന്ന പണത്തെ നാം ഉപയോഗിക്കുന്ന രീതിക്കും ഉപയോഗിക്കുന്ന സ്വഭാവത്തിനും അനുസരിച്ചാണ് അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാവുന്നത്. മിച്ചം ഉള്ള പണം നാം എവിടെയെങ്കിലും SB അക്കൗണ്ടുകളിലോ അതല്ല കറണ്ട് അക്കൗണ്ടുകളിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം നമ്മൾ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് മന്ത്ലി ഒരു നിശ്ചിത എമൗണ്ട് എടുത്ത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് SIP എന്ന് പറയുന്നത്. അത് ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിയുമ്പോൾ, ഏകദേശം ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ മുടക്കുമുതലിനേക്കാളും 100 200 ഇരട്ടി നമുക്കത് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഒരു രീതിയാണ് SIP എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ കമ്പനികളുടെ ഷെയറുകൾ, ഇക്വിറ്റികൾ തുടങ്ങിയവെല്ലാം പർച്ചേസ് ചെയ്യാം. ഇത് പർച്ചേസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനും മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാവൂ. ഇതിൽ റിസ്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്ക് മിച്ചം വരുന്ന പണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഏത് സമയത്തും അപ്രീസിയേഷൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നാളെ ഒരു ഇൻകമായി ജനറേറ്റ് ചെയ്യാം. ഇനി അടുത്തതായി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഷോർട്ടായിട്ട് ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ലോണാണ്. അതായത് ഓരോ മാസവും തള്ളി നീക്കാൻ നിങ്ങൾക്ക് പണം ലഭിക്കാതെ വരുമ്പോൾ നിങ്ങൾ ലോൺ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പല തരത്തിലുള്ള ലോണുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യമായി നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലോണാണ് ക്രെഡിറ്റ് കാർഡ് ലോൺ. നിങ്ങളുടെ സാലറിയെ ബേസ് ചെയ്ത് ബാങ്കിങ് കമ്പനികൾ നിങ്ങൾക്ക് സാലറി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും സാലറി അനുസരിച്ച് ലിമിറ്റ് അതിന് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് നാം ക്രെഡിറ്റ് കാർഡുകളെ ഉപയോഗിക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവന്റെ ചെലവഴിക്കലിനെ കൂടുതലാക്കാൻ വേണ്ടിയാണ് ശരിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. ആ തരത്തിൽ നാം പർച്ചേസ് ചെയ്യുന്നതിന്റെ 5% കമ്മീഷനാണ് എല്ലാ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്കും ലഭിക്കുന്നത്. നാം ഓരോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് നാം ക്രെഡിറ്റ് കാർഡ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഓരോ മാസവും നടക്കുമെങ്കിലും പിന്നീട് നാം റീപേ ചെയ്യുന്നതിൽ വ്യത്യാസപ്പെടുമ്പോൾ വലിയ എമൗണ്ട് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡുകൾ 4 മുതൽ 5% മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഒരു വർഷത്തേക്ക് 60% ഇൻട്രസ്റ്റ് വരെ ആയിരിക്കും. അത് നമ്മൾ അത്തരം കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തത് കൊണ്ട് നാം ക്രെഡിറ്റ് കാർഡ് റീപേ ചെയ്യേണ്ട ദിവസങ്ങളിൽ അത് അടയ്ക്കാതെ വരികയും ഹ്യൂജ് എമൗണ്ട് നമുക്ക് പെനാൽറ്റി ആയി വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ഡേറ്റുകൾ അതേപോലെ എമൗണ്ടുകളെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ നാം എടുക്കുന്ന മറ്റൊരു ലോണാണ് പേഴ്സണൽ ലോൺ. നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും നമ്മുടെ ബാങ്കുകളിൽ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ലോണാണ് പേഴ്സണൽ ലോൺ. ഇതും
നാം നമ്മുടെ കമ്മി ബഡ്ജറ്റ് നികത്താൻ വേണ്ടിയാണ് ഇത്തരം പേഴ്സണൽ ലോണുകളെ നാം എടുക്കാറുള്ളത്. മറ്റൊരു ലോണാണ് കാർ ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യത്തിനധികമായി നമുക്കൊരു വാഹനം ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നാം എടുക്കുന്ന ഒരു ലോണാണ് കാർ ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ എന്ന് പറയുന്നത്. പലപ്പോഴും എത്ര ശതമാനം വെഹിക്കിൾ ലോൺ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കില്ല. നമ്മളെല്ലാം 100% ലോൺ ചെയ്തുകൊണ്ടാണ് മിക്കപ്പോഴും വെഹിക്കിൾ ലോൺ എടുക്കുന്നത്. എന്നാൽ 50% താഴെ മാത്രമേ വെഹിക്കിൾ ലോൺ ചെയ്യാവൂ എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറയപ്പെടുന്നത്. കാരണം നാം നല്ലൊരു EMI എമൗണ്ട് എല്ലാ മാസവും അടയ്ക്കേണ്ടി വരും. നമ്മുടെ ഇൻകത്തിൽ നിന്ന് വലിയൊരു എമൗണ്ട് ആണ് ഈ കാർ ലോൺ അല്ലെ വെഹിക്കിൾ ലോണുകൾക്ക് റീപേയ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ അതിന്റെ 50% തുകയെങ്കിലും നമുക്ക് ലിക്വിഡ് ആയിട്ട് കയ്യിലുണ്ട്. അത് ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുകയും ബാക്കിയുള്ള 50% അല്ലെങ്കിൽ 50%-ന് താഴെയുള്ള ഒരു എമൗണ്ട് മാത്രമേ വെഹിക്കിൾ ലോണായി ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി ഹൗസിംഗ് ലോൺ എന്ന് പറയും. നമ്മുടെ എല്ലാം സ്വപ്നം, ഒരു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി നാം കാണുന്നത് നമ്മുടെ വീടാണ്. ആ വീട് വലിയ രീതിയിൽ ഉണ്ടാക്കുകയാണ് നാം ചെയ്യുക. കൃത്യമായിട്ടും പ്ലാൻ ചെയ്യാതെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ച് നാം വീട് വെക്കുമ്പോൾ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ നാം അതിന് ലോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ, 1 കോടി രൂപയുടെ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ 20%, 20% മാത്രമാണ് നമുക്ക് ഹൗസിംഗ് ലോൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഹൗസിംഗ് ലോൺ ലോങ് ടൈമിലേക്ക് റീപേയ്മെന്റ് കൊടുക്കുമ്പോൾ എത്രയാണോ നമ്മൾ പ്രിൻസിപ്പൽ ആയിട്ട് എടുത്തുള്ള തുക അതിന്റെ 100% നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. 20 ലക്ഷം രൂപയാണ് നാം ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ചുരുങ്ങിയത് 40 ലക്ഷം രൂപയെങ്കിലും നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഹൗസിംഗ് ലോണുകൾ നാം എടുക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ടോട്ടൽ മൂല്യത്തിന്റെ 20% കൂടാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ഹൗസിംഗ് ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ, ഇത്തരത്തിലുള്ള ലോണുകളൊക്കെ നമ്മുടെ കമ്മി ബഡ്ജറ്റ് പ്രകാരം വന്നു എല്ലാ മാസവും നമ്മൾ ഇതിന്റെ EMI അടച്ചു തുടങ്ങുമ്പോൾ പിന്നീടുള്ള അങ്ങോട്ടുള്ള ഓരോ മാസങ്ങളും EMI കൂടുതലായി വരികയും ഇൻട്രസ്റ്റുകൾ കൂടുതലായി വരികയും വീണ്ടും വീണ്ടും കമ്മി ബഡ്ജറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ലാബിലിറ്റി, ഡെപ്റ്റ്, കടക്കാരനായി മാറിക്കൊണ്ടേയിരിക്കും. ഇത് മാനേജ് ചെയ്തു പോകാം എന്നുള്ള ഒരു രീതിയിലാണ് നാം പലപ്പോഴും പ്ലാൻ ചെയ്യുക. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ, അതായത് കാറ്, വീട് തുടങ്ങിയവയെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നാം ഓരോരുത്തരും ഡെപ്റ്റ്, കടം അല്ലെങ്കിൽ ലോണ് എടുക്കുന്ന സമയത്ത് 100% ചിന്തിച്ച് മാത്രമേ നാം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഏത് കാര്യവും നാം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഒരു വീട് വെക്കണമെങ്കിൽ ഒരു 5 വർഷമെങ്കിലും നിങ്ങൾ അത് പ്ലാൻ ചെയ്തതിന് ശേഷമേ വീട് വെക്കാവൂ. വെഹിക്കിൾ, കാറ് തുടങ്ങിയവയെല്ലാം നിങ്ങൾ വാങ്ങുമ്പോൾ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുകയും അതിന്റെ പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഏതൊരു സമയത്തും ഡെപ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുകയും അതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള പണം കൃത്യമായി അസറ്റുകൾ വാങ്ങിയെടുക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുകയും ചെയ്യണം. കൃത്യമായി നാം അസറ്റുകൾ വാങ്ങുകയും അതേപോലെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുകയും ഇതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വലിയ തോതിലാണ്. 10 വർഷം തുടർച്ചയായി നമ്മൾ ഒരു ചെറിയ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 100% ഗ്രോത്തിലേക്ക് വരാനുള്ള സാധ്യത നാം കാണുന്നുണ്ട്. ക്യാഷ്ലെസ് എക്കോണമി പ്രകാരം 2016 ഡിമോണിറ്റൈസേഷൻ പ്രകാരം ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം ക്യാഷ്ലെസ് ആണ്. അതായത് നമ്മുടെ എല്ലാ പേയ്മെന്റുകളും ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ പ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം ചെലവഴിക്കുന്ന പണം എന്തിനാണ് ചെലവഴിക്കുന്നത് എന്നറിയാതെ ആദ്യം നമ്മൾ ലിക്വിഡ് ക്യാഷ്, ഫിസിക്കൽ ക്യാഷ് എടുത്ത് ചെലവഴിക്കുന്ന സമയത്ത് നമുക്ക് ആ പണം നഷ്ടപ്പെടുമ്പോൾ ഒരു തോന്നലുണ്ടായിരുന്നു പണം നഷ്ടപ്പെടുകയാണെന്ന്. ഇന്ന് UPI ട്രാൻസാക്ഷൻ വഴി അല്ലെങ്കിൽ നെറ്റ്
ബാങ്കിങ് ട്രാൻസാക്ഷൻ പ്രകാരം, മൊബൈൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ പ്രകാരം നമ്മളൊരു പണം ചെലവഴിക്കും, നമുക്കത് ചെലവഴിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നാം വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പണം ചെലവഴിച്ചതിന്റെ റീസൺ എഴുതി നോക്കുമ്പോൾ പലതും നമ്മൾ ചെലവഴിച്ചത് എന്തിനാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ള പണം ചെലവഴിക്കേണ്ട സാഹചര്യം വരുമ്പോൾ കൃത്യമായിട്ടും പിശുക്കനായി മാറണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്തെത്തി ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഇതെനിക്ക് ആവശ്യമുണ്ടോ, ആവശ്യമില്ലേ, ഇത് എക്സ്പെൻസ് ആണോ അസറ്റ് ആണോ എന്ന് കൃത്യമായി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. പല പ്രാവശ്യം ചിന്തിച്ചിട്ട് ശേഷം മാത്രമേ നിങ്ങൾ എന്താവും ആ പണം ചെലവഴിക്കാവൂ. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയുള്ള വെബ്സൈറ്റുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഓഫറുകൾ നമ്മളെ നിരന്തരം തേടിയെത്തുന്നു. നാം അതിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഓഫറുകൾ കണ്ട് നാം എന്ത് ചെയ്യുന്നു, അത് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ മാസത്തെ എൻ്റെ ബഡ്ജറ്റ് പ്രകാരം എനിക്കിത് ആവശ്യമാണോ അല്ലയോ എന്നൊന്നും നാം എന്താവുന്നില്ല, ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാസത്തെ ബഡ്ജറ്റ് പല രീതിയിലും താളം തെറ്റി മാസാവസാനമാകുന്ന സമയത്ത് നാം യഥാർത്ഥത്തിൽ പാപ്പരായി പോവുകയാണ് ചെയ്യുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ തീരുമാനമെടുത്തുകൊണ്ട് ഇൻകത്തെയും എക്സ്പെൻസുകളെയും കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കി ഓരോ മന്ത് ബഡ്ജറ്റ്, ഡെയിലി ബഡ്ജറ്റ്, ആനുവൽ ബഡ്ജറ്റ് തുടങ്ങിയ നല്ലൊരു ഇൻവെസ്റ്റ് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവസരം തന്ന സോൺ 28നോട് നന്ദി അറിയിക്കും. താങ്ക് യു റിയാസ് സാർ. താങ്ക് യു. നമുക്ക് 2-3 പേർക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു സമയമുണ്ട്. റിയാസ്, ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം 1-2 തവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കണ്ട മാതിരി നമ്മളെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ ചെലവഴിച്ച് പോവാന്നല്ലാതെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നവര് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഗ്രൂപ്പിൽ ഒട്ടുമുക്കാലും പേര് കുറച്ചൊക്കെ ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ചിലരെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ പലരും അങ്ങനെ ഒരു ഡെയിലി ബഡ്ജറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാസത്തില് നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ്, അതുപോലെ തന്നെ ആനുവൽ ബഡ്ജറ്റ് ഇതൊന്നും നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കിട്ടുന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാതെ അവിടെ നിന്ന് കടം വാങ്ങി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇവിടുന്ന് കടം വാങ്ങി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന പലരും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അതിന് പകരം നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന നല്ല രീതിയിൽ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു റിയാസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു. സാർ ഗുഡ് മോർണിംഗ്. ശ്രീജിത്താണ് തവനൂര്. ഏതായാലും ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാല് ഇതുവരെയുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഒരു 4 ചുമരുകൾക്കുള്ളിലായിരുന്നു എന്നാണ്. പക്ഷെ സാറാണ് ഈ ട്രെയിനിങ്ങിനെ ആദ്യമായിട്ട് ഒരു ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ഇന്നത്തെ വളരെ പുതുമ നൽകുന്ന ഒരു ട്രെയിനിങ് ആണ്. താങ്ക് യു. അതോടൊപ്പം തന്നെ സാർ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും ലോൺ എടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഏതൊരാൾക്ക് ലോൺ എടുക്കാൻ വളരെ സിമ്പിളായി എടുക്കുക. പക്ഷെ അതിന്റെ തിരിച്ച് റീപേയ്മെന്റ് ആണ് ഭയങ്കര പ്രയാസം എന്നുള്ളതാണ്. ഈ റീപേയ്മെന്റിനെ കുറിച്ച് യാതൊരു ബോധം ഇല്ലാതെയാണ് പലരും ലോൺ എടുക്കുന്നത്. അവസാനം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ബാങ്കുകൾ റിക്കവറി ചെയ്യുന്ന നടപടികൾക്ക് ഉൾപ്പെടെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുവരുന്നതാണ്. ഏതായാലും ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് സാർ പറഞ്ഞത്. വളരെ നന്ദി സാർ. താങ്ക് യു വെരി മച്ച്.
നല്ലൊരു വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു റിയാസ് സാറിന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ടും അച്ചടക്കത്തോടും കൂടി ഒരു മൊഡ്യൂൾ പോലെ തന്നെ അത് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീരം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ടൈം ബോണ്ടായിട്ട്. ഹലോ, കൺഗ്രാറ്റുലേഷൻസ് റിയാസ് സർ. Thank സൗമ്യ you. സുരേഷ് ആണ്. Thank you. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ലോണുകൾ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുകൾ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചടവിലേക്ക് ഇല്ലാതെയാണ് പലരും ഇതിൽ പോയി ചാടുന്നത് ഈ പറഞ്ഞ പോലെ. അപ്പൊ അതിന്റെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള തോട്ട് പ്രൊവോക്കിംഗ് സെഷൻ ആയിരുന്നു ഇന്നത്തെ. രാവിലെ തന്നെ അത്തരം ഒരു സെഷൻ തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു. Sir, what of thanks? ഹലോ, ഓഫ് താങ്കിന് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ചന്ദ്രികമടൊക്കെ ഉണ്ടാവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ആരാണ്? ചന്ദ്രികമടൊക്കെ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അതല്ലേ, Thank you. ചന്ദ്ര മാഡം. Thank you, Cyril baby. Thank you for the privilege. Once again, very good morning to every one of you. ഇന്നത്തെ നമ്മുടെ എന്നത്തെയും പോലെ തന്നെ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് നമ്മുടെ റിയാസ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോഴും ഈ ജസ്റ്റ് ഡേ ഫോർ യെസ്റ്റർഡേ ഞങ്ങള് 7 പേര് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നെന്മാറയിലുള്ള നമ്മുടെ സൗമ്യ സുരേഷ് അറേഞ്ച് ചെയ്തതിനനുസരിച്ച് ഒരു 2 സ്കൂളുകളില് വളരെ മനോഹരമായിട്ട് ഹാപ്പി എക്സാം എന്ന പേരിൽ നല്ല സെഷൻസ് കംപ്ലീറ്റ് ചെയ്തതാണ്. സോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങളാണ്, നമുക്ക് അറിയേണ്ടതും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതും ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഫിനാൻസ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ അല്ലെ? ഫിനാൻസ് ആണ് നമുക്ക് നമ്മളെ ജീവിതം മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത്. എത്രയൊക്കെ നമ്മൾ പറയുമോ പണം എന്തിനാ പണം എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഒരു വാട്ടർ ബോട്ടിൽ ഒരു പണ്ടത്തെ കാലം മാതിരിയല്ലല്ലോ, ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മിനിമം 15 റുപ്പീസ് നമ്മളെ കയ്യിലില്ലാണ്ട് പറ്റില്ല അല്ലെ? അങ്ങനെ കാലം മാറി. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഓക്സിജൻ പോലും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ രീതിയിൽ സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് നാളത്തേക്ക് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് വളരെ മനോഹരമായിട്ട് തന്നെ ക്ലാസ് എടുത്ത നമ്മുടെ ഇന്നത്തെ ജെസി ആയിട്ടുള്ള റിയാസിന് എൻ്റെ സ്വന്തം പേരിലും ജെസിയുടെ പേരിലും നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചെയർമാൻ ആയിട്ടുള്ള ഇന്നത്തെ സിറിൽ ബേബി, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദി ചെയർമാൻ ഓഫ് ടുഡേ. ദെൻ ഓഫ് കോഴ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 2 പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ ഡോക്ടർ ഹിഷാം ഹൈദർ ആൻഡ് നമ്മള് ചിത്ര മാഡം. ഇവർ 2 പേരും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇത്തരം ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എവറിഡേ നമുക്ക് പല ടോപ്പിക്കുകളെ പറ്റി നമുക്ക് അറിയാനും നമ്മള് മനസ്സിലാക്കാനും ഒന്നും കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. സോ 2 പേർക്കും, ഡോക്ടർ ഹിഷാം ഹൈദർക്കും അതേപോലെ തന്നെ മാഡം ചിത്രയ്ക്കും എൻ്റെ ഹാർദമായ നന്ദി അറിയിക്കട്ടെ. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തീർച്ചയായും പാർട്ടിസിപ്പൻസ് എത്തിയാൽ മാത്രമേ ജെസി ആൻഡ് നോൺ ജെസി മെമ്പേഴ്സ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടാവണം. അപ്പോഴാണ് ഈ ഒരു സെഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ജെസി ആൻഡ് നോൺ ജെസി മെമ്പേഴ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു ചന്ദ്രിക മാഡം.
Meeting in connection with morning 7 a.m. time program is hereby adjourned. Thank you. Thank you, sir.